വർഷത്തിന്റെ 11ാമത്തെ മാസം അതിന്റെ ഫസ്റ്റ് ബുധനാഴ്ച വേഴ്സ്ഡേയില് ഈ രാവിലെ 11:30 കഴിഞ്ഞ സമയത്ത് ഈ ദേശത്ത് ചുരുക്കം പേരായിട്ട് ഞങ്ങള് തിരുവല്ല മഞ്ഞാടി വിജയം അസംബ്ലിയായിട്ട് ഞങ്ങള് കൂടി കർത്താവിന്റെ നാമത്തില് 5-6 പേർക്കൂടെ വരുവാനായിട്ട് ദൈവം തമ്പുരാൻ ഈ രാവിലെ സമയം തന്നെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരും വന്നിരിക്കുന്ന എല്ലാവരും ഓരോരോ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഞങ്ങളെ സമയം കണ്ടെടുത്തിരിക്കുന്ന ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ വെടിവെച്ച ദൈവത്തെ ഈ ദേശത്ത് ഈ സകല ദേശത്തും വന്ന് അല്പസമയം ഒരു സാക്ഷ്യമായി പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സഭയിലെ ഒരു അംഗമാണ്. ഞാൻ ആദ്യകാലത്ത് ഈ വർത്തമാന സഭയിലൊക്കെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാകുന്നു. എന്നാൽ അന്ന് എന്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ ജീവിതത്തെ മാറ്റിമറിച്ച് അന്നെനിക്ക് ലോകപ്രകാരം എല്ലാം നടക്കാൻ ഒരു കുഴപ്പവുമില്ല. ഞാനൊരു ക്രിസ്ത്യാനി എന്നൊരു വ്യക്തിയാകുന്ന പേരിൽ മാത്രമായിരുന്നു. എന്നാൽ ഈ ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവത്തിനെ വിശ്വസിച്ച് അവരെ ഏറ്റുപറഞ്ഞ് ഞാൻ സ്നാനം തുടങ്ങി അന്ന് മുതൽ ഞാനൊരു ദൈവത്തിന്റെ ഒരു പൈതലായിട്ട് ഞാൻ എവിടെ പോയാലും എങ്ങനെ പോകണം എവിടെ പോകണം ആ ദൈവം തീരുമാനിക്കും. അങ്ങനെ എന്റെ പഴയകാല ജീവിതത്തിൽ നിന്നൊക്കെ മാറി അന്ന് ഞങ്ങൾക്ക് എന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒന്നും നിരത്തില്ല. കാരണം അന്ന് നമ്മുടെ ലോകത്തിന്റെ എന്താണ് ദൈവത്തെ ഇഷ്ടപ്പെടുന്ന അതാണ് നമ്മുടെ ജീവിതം. എന്നാൽ ഇന്ന് നമ്മള് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവീയ കൃപയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം, എനിക്ക് കുടുംബമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം ഇവിടെയുള്ള ചുരുക്കം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ വലിയ കർത്തവ്യം. കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഭൂലോകത്തിന് അതിനോളം ചെന്ന് നിങ്ങൾ എന്റെ സുവിശേഷം പറയുവാൻ. കാരണം ഞങ്ങളെല്ലാം കർത്താവിന്റെ ഒരു വേലക്കാരാകും. ഞങ്ങൾ ആ വേല ചെയ്തേ മതിയാവും. കാരണം ദൈവത്തെ അറിയുന്ന എല്ലാവരും ഈ വേല ചെയ്തേ മതിയാവും. കാരണം അവർക്ക് അടങ്ങിയിരിക്കുവാൻ ഒക്കില്ല. കാരണം ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഞങ്ങൾ കർത്താവിനെ അറിയാതെ പോയ സമയങ്ങളിൽ ഞങ്ങൾ നിന്നത് അല്ലിപ്പോൾ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് രോഗമുണ്ട്, നിന്നയുണ്ട്, പരിഹാസമുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടിവിച്ച ദൈവം അത് വലിയവനായി ദൈവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തും കഷ്ടവും പ്രയാസവും നിന്നയും ഉണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ നമുക്കിതൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമുക്ക് സഹായമായി നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമ്മളെ ഒരിക്കലും ആ കുഴിയിലേക്ക് വീഴുവാൻ ഈ ദൈവം അനുവദിക്കില്ല. കർത്താവും അജീവനുള്ളവനായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവന്റെ വലിയ കരം നമ്മളെ പിടിക്കുന്നുണ്ട്. ആ ദൈവം എന്നെ ആ വലിയ കരം പിടിച്ചിരിക്കുകയാണ്. എന്നെ കുടുംബമായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് സന്തോഷമായിട്ട് അനുഭവിക്കുവാൻ ദൈവത്തിന്റെ വലിയ കുറവയ്ക്കായി നിങ്ങളുടെ സ്തോത്രം. നിങ്ങളും ആരെങ്കിലും ഇവിടെ രോഗികളായിട്ട് കഷ്ടപ്പെടുകയോ ആരെങ്കിലും നിങ്ങൾ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭവനത്തിൽ സന്തോഷമില്ലാതോ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തെ ഒന്ന് വിളിക്കുക. നിങ്ങൾ മതം മാറണ്ട. നിങ്ങൾ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നു? ഞങ്ങളൊരു മതപ്രസംഗം അല്ലിത്. ഇത് കർത്താവ് പറയുന്നത് കർത്താവ് ഒരു മതത്തിന്റെ ആളല്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ആള് ഒരു മതത്തിന്റെ ആളല്ല. കർത്താവ് അതായത് ആ ലോകരക്ഷകൻ നമ്മൾ സകലർക്ക് വേണ്ടി ഈ ലോകത്തിലെ സകല ജനങ്ങൾക്ക് വേണ്ടി ആ കാൽവരി ക്രൂശില് തന്റെ അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന് കാരണം നമ്മളെ വിടിവിക്കുക. നാശകരമായ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ജേറ്റിലും കിടന്ന് നമ്മളെ വിടിവിക്കുവാൻ ഒരു കണ്ണിനും ധൈര്യമില്ലാതിരുന്നു. നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ബന്ധുമില്ലാതെക്കോ അതിന് കഴിയാതിരുന്നപ്പോൾ നമ്മളെ വിടിവിക്കുവാനായിട്ട് ആ കാൽവരി ക്രൂശിൽ തന്റെ അവസാനമുള്ള രക്തം വരെ ഊറ്റിക്കൊടുത്തുകൊണ്ട് കർത്താവ് ആ മരണത്തെ വരിച്ചുകൊണ്ട് അന്നത് കടന്നുപോയതെല്ലാം പറയുന്നുണ്ട്. ഈ ദൈവത്തിൽ നിന്ന് ഇറങ്ങിവ, നിന്നെ തന്നെ രക്ഷിക്കുവായിരുന്നു. അപ്പോൾ കർത്താവ് ആ മരണം ആ വേദന നമ്മൾ വായിക്കുന്നത് ഗതസമന തോട്ടം കാൽവരി ക്രൂശോളം അത് സഹിച്ച വേദനകളും നിന്നുകളും ആർക്ക് വേണ്ടിയായിരുന്നു? ഈ എനിക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു കർത്താവ് ആ വേദനകൾ സഹിച്ചത്. അപ്പോൾ ആ സഹിച്ച ദൈവത്തെ നമുക്ക് വിശ്വസിച്ച് നിങ്ങൾ മതം മാറേണ്ട, ഒന്നും മാറണ്ട. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തെ അനുഭവിക്കുന്നത് നിങ്ങൾക്കും രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഈ ലോകത്തിൽ ഇവിടെ ഒരു സ്വർഗവും നരകവും ഇല്ല. അത് സ്വർഗം തന്നെയാണ്. കാരണം അവിടെ കരച്ചിലും പരിവടിയും വേദനയും ഒന്നുമില്ല സ്വർഗത്തില്. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്ത് മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ മാത്രമേ ഉള്ളൂ അവിടെ. ആ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ദൈവത്തെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശം. കാരണം നിങ്ങളുടെ മതം മാറുന്ന അതിനുള്ള ഉദ്ദേശം നിങ്ങൾ ഈ ദൈവത്തെ അറിയണം. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഈ രാവിലെ സമയം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞങ്ങളുടെ അർത്ഥം കാരണം ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ മദ്യമാണെങ്കിൽ മദ്യം, അങ്ങനെ തന്നെ അതായത് സിനിമാശാലയാണെങ്കിൽ സിനിമാശാല, അതൊന്നും കൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ ഉള്ളിൽ വസിച്ചപ്പോൾ അതൊന്നും എല്ലാത്തിനെയും വിട്ടിട്ട് ഞാൻ ഈ ലോകത്തെ വിട്ടിട്ട് എന്റെ ലോകത്തോട്ടല്ല നമ്മുടെ സ്വർഗവും നമ്മുടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓടുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമുക്ക് കൈത്താങ്ങായി നമ്മളെ നടത്തുകയാണ് ആ ദൈവം.
ആ ദൈവത്തെ ഞാൻ ഈ രാവിലെ സമയം നിങ്ങളുടെ മുമ്പില് ഒരു സാക്ഷ്യമായി എനിക്ക് നിൽക്കാൻ വേണ്ടി വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഒരിക്കലും ഇങ്ങനെയൊക്കെ ബൈക്കിന്റെ മുമ്പില് നിൽക്കുന്നവരെ ഞാൻ കളിയാക്കിയിട്ടുള്ളവനാണ് ഒരു കാലത്ത്. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ ആ ദൈവത്തെ സാക്ഷ്യമായി പറയാൻ എനിക്ക് വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തെ അറിയുക, ഈ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിന് അടിമറിക്കുക. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇന്നൊക്കെ മാറും. കാരണം ഇന്ന് അനേക ഭവനങ്ങൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ ആണെന്ന് ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുകയാണ്. അതൊക്കെ ഓർക്കും മാതാപിതാക്കളും സങ്കടവും പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ഒരേ ഒരു മാർഗം വിടിവിക്കാൻ ആരും മുഖത്തില്ല. ആ ദൈവത്തിൽ കൂടെ ആശയം വെക്കുക. ആ ദൈവം നമ്മളെ വിടുവിച്ചിരിക്കും. അത് 3 നേരം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് നിങ്ങൾ കിട്ടുന്ന സമയങ്ങള് ഈ സ്വർഗത്തിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ എങ്ങനെ ദൈവത്തെ അറിവ് ജീവിക്കണം. കാരണം നമ്മൾ കുറച്ചു കാലം നമ്മളോട് കഴിച്ചു ഓടിച്ചു കിടക്കുന്നതല്ല. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞു ജനിക്കുന്നവരെല്ലാവരും മരിക്കും. ആ മരിക്കുന്ന ഉള്ള സമയം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും ജീവിക്കുമ്പോൾ അവരവരായ ദൈവത്തെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മള് അവരെ ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ സകലവും നമ്മുടെ ഭാരമേൽപ്പിച്ച് നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ദൈവം നമ്മളെ വഴി നടത്തും. ആ ദൈവം നമ്മളെ പുലർത്തും, നമ്മൾ കാത്തുകൊള്ളും. നമ്മളെ കുടിയിൽ വീഴാതെ ദൈവം അവന്റെ വലങ്കി പിടിച്ച് അവരെ താങ്ങിക്കൊള്ളും. ഈ രാവിലെ സമയം നിങ്ങൾ എല്ലാവരും ദൈവത്തിനെ വിശ്വസിക്കുക. കാരണം ഈ ലോകമല്ല, ലോകം ഒരു സമാധാനം നമുക്ക് തരത്തില്ല. കാരണം നിങ്ങൾ നിൽക്കുക, ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തെ അടിവച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കടന്നുപോയാലും ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ ഇവിടുന്ന് കടന്നുപോകും. ഇപ്പോൾ കടന്നുപോയാൽ ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചുപോയിട്ട് വന്നില്ലെന്ന് വരാം. പക്ഷേ ഞങ്ങൾ ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ആരെ അറിഞ്ഞുകൂടായെങ്കിലും ഇവിടെയുള്ള ഓരോ ഭവനങ്ങളെ, ഓരോ വ്യക്തികളെ, ഓരോ രോഗികളൊക്കെ അറിയാവുന്നതിനായി ദൈവം മുകളിലിരിപ്പുണ്ട്. അവൻ ഞങ്ങളോട് പറയുന്നുണ്ട് ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ആ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുവാനാകട്ടെ. ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും ദൈവത്തെ ഈ പറഞ്ഞ ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷ്യത്തിൽ ഞാൻ വിവരിക്കും. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.